ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടുത്തൊരു സ്മൂത്തിയാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്പിളും ഗുവയും വെച്ചിട്ടാണ്. ആപ്പിളും ഗുവയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഫ്രൂട്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആപ്പിൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരാൾക്കുള്ള സ്മൂത്തിയുടെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിളിൻ്റെ പകുതി എടുക്കുള്ളൂ. പകുതി ഫുൾ ആപ്പിൾ എടുക്കില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കുറുകുറു പോലെ ഇരിക്കും. അത് എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് എടുക്കുക. ആ ആപ്പിളിൻ്റെ പകുതി, അതുപോലെ തന്നെ ഗുവയുടെ പകുതി എടുക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും നമുക്ക്. ഒരു സാധനം തന്നെ ഇട്ടടിക്കുമ്പോഴുള്ളതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഗുവയുടെ. അങ്ങനെ ഏതെങ്കിലും വേറൊരു ഫ്രൂട്ടും കൂടി ആഡ് ചെയ്തടിക്കും മിക്സഡ് ഫ്രൂട്ട് ചെയ്യുമ്പോൾ. പിന്നെ കാഷ്യൂ, ഒരു 4-5 കാഷ്യൂ ഇടും. പിന്നെ ഡേറ്റ്സ് അതുപോലെ തന്നെ ഒരു 3-4 ഡേറ്റ്സ് ഇടും. ഷുഗർ ആഡ് ചെയ്യില്ല കേട്ടോ. ഷുഗർ ആഡ് ചെയ്യണ പരിപാടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി കുറച്ചൊരു എന്താ പറയുക, ലൈറ്റായിട്ടുള്ളൊരു സ്വീറ്റ്നെസ് എല്ലാത്തിനും ഉണ്ട്, എല്ലാ ഫ്രൂട്ടിനും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5-10 മുന്തിരി, ഉണക്കമുന്തിരി സീഡ്ലെസ് ആണ്, അതിടും. പിന്നെ അമൂലിൻ്റെ ടോൺഡ് മിൽക്കാണ് യൂസ് ചെയ്യണത്. അതും ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് അതൊഴിച്ച് ഇതേപോലെ നമ്മുടെ ചെറിയൊരു ജ്യൂസറിലിട്ടിട്ട് അങ്ങോട്ട് ഷേക്കറിലിട്ടിട്ട് അടിച്ച് എടുക്കും. അവിടുന്ന് കുഞ്ഞുങ്ങൾക്കും